ഹല്ലേലൂയ, കർത്താവിനെ അറിയുവാൻ ഒരു കൃപ വേണം. ഹല്ലേലൂയ. ഇവിടെ മോശ പറയാണ് അവന്റെ വഴി എന്തുവാണ് അവൻ കാണിച്ചു തരും കൃപയാല്. അത് മാത്രമല്ല, ഒന്നുകൂടെ എൻ്റെ കർത്താവിനെ അറിയണം, ഒന്നുകൂടെ എൻ്റെ ദൈവത്തെ അറിയണം. ദൈവത്തെ കൂടുതൽ അറിയുന്നത് ഒരു കൃപയാണ്. കരങ്ങളൊന്ന് മഹത്വം കൊടുത്താട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടല്ലേ. അതുകൊണ്ട് എന്തുവാണ്, ഹല്ലേലൂയ, നമ്മൾ നിർത്തല്ലേ. എന്നാൽ എന്തുവാണ്, കൃപമേൽ കൃപ പ്രാപിക്കണം. നമ്മുടെ കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ കർത്താവിനെ അറിയുന്നത് ഒരു കൃപയാണ്. നമ്മുടെ കർത്താവിനെ രുചിച്ചറിയുന്നത്, അവന്റെ ഹൃദയം ഒന്ന് അറിയുന്നത്, അവന്റെ വഴികളൊന്ന് അറിയുന്നത്, അവന്റെ ആലോചനകളൊന്ന് അറിയുന്നത്, ഹല്ലേലൂയ, അവന് നമ്മളെ കുറിച്ചുള്ളതായ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കുന്നത് എല്ലാം എന്തുവാണ്, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം പറയാണ്, ഹല്ലേലൂയ, ഇവിടെ പറയാണ്, നിനക്കെന്നോട് ഉണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അപ്പോഴേ കർത്താവിന്റെ കൃപ എന്തുവാണ് മനസ്സിലാക്കണം, കർത്താവിനെ അറിയണം. യെസ്, കർത്താവിനെ യഥാർത്ഥമായിട്ട് അറിഞ്ഞവർക്ക് മാത്രമേ കൃപയുടെ ഹല്ലേലൂയ ഉറവിടം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ കൃപയുടെ മാഹാത്മ്യം, ആ കൃപയുടെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, കർത്താവിനെ ഹല്ലേലൂയ അല്പം അറിഞ്ഞാൽ ഒക്കില്ല. പൂർണ്ണമായി കർത്താവിനെ അറിയുന്നതായ ഒരു വ്യക്തിക്ക് മാത്രമേ എന്തുവാണ്, ഹല്ലേലൂയ, ആ കൃപയുടെ പാക്കേജിനകത്തുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ഈ കൃപ ചോദിച്ചു, അതിന്റെ വീണ്ടും താഴോട്ട് വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ, അതിനെ അവൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പൂരപ്പോടെ. കൃപ ചോദിച്ചവൻ എന്തുവാണ്, കർത്താവ് എന്തുവാണ്, കർത്താവിന്റെ സാന്നിധ്യം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോകും. അപ്പോൾ കൃപ ചോദിച്ചപ്പോൾ സാന്നിധ്യം കൊടുക്കുന്നു. അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. യെസ്, 17-ാം വാക്യം. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. പറയാണ്, നീ എന്നോട് പറഞ്ഞതായ, നീ കൃപ ചോദിച്ചു, ഹല്ലേലൂയ, നീ വഴി ചോദിച്ചു, ഹല്ലേലൂയ, എന്നെ അറിയണമെന്ന് നീ നിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. നീ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറയണം. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഇന്ന് പൽക്കാലം എത്ര പേർ പറയുവാൻ സാധിക്കും, കർത്താവ് എന്നോടൊന്ന് കൃപ തോന്നണമെന്ന്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പൽക്കാലം കർത്താവിന് എന്നോട് നിന്നോടും കൃപ തോന്നിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളോട് കൃപ തോന്നുന്ന നമ്മുടെ കർത്താവിന് കരങ്ങളുയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴേ പറയാണ്, നിന്നോട് കൃപ തോന്നിയിരിക്കും. നമ്മളോട് കൃപ തോന്നുന്നതായ നമ്മുടെ കർത്താവിന് കരങ്ങളുയർത്തി നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആ കൃപയിലാണ് ഇന്ന് പൽക്കാലം നമ്മളിവിടെ ആയിരിക്കുന്നത്. നമ്മൾ 4ാമത് ഒരു വ്യക്തിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ യാക്കോബിനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11 വായിക്കുമ്പോൾ അവിടെ യാക്കോബും കൃപയെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ അല്പം യാക്കോബിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെയും ആ ഭാഗം തന്നെയാണ് തിരിച്ച് മടങ്ങി വരുന്നത്. 33-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. തോന്നുകയും ചെയ്തുവല്ലോ, ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ, ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവൻ അത് വാങ്ങി. ഇവിടെ പറയാണ്, ഹല്ലേലൂയ, ഇവിടെ ഏശാവുമായിട്ടുള്ളതായ ആ എൻകൗണ്ടർ, ആ കൂടിക്കാഴ്ചയാണ്. 20 വർഷത്തിന് ശേഷം എന്തുമാണ്, സഹോദരനെ കാണുകയാണ്. അതിന്റെ 32-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ചില സമ്മാനങ്ങൾ എന്തുവാണ് ഇപ്പോൾ കൊടുത്തുകയാണ് യേശാവിനൊന്ന് കൂൾ ഡൗൺ ചെയ്യുവാൻ, യേശാവിന്റെ ആ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവനുമായിട്ടൊരു ബന്ധം വീണ്ടും ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ യാക്കോബ് എന്തുവാണ് ഈ സമ്മാനങ്ങളെല്ലാം കൊടുത്തയക്കുന്നു. 32-ന്റെ 14 വരെയുള്ള 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് വായിക്കാം എന്തൊക്കെയാ കൊടുത്തത്. ഹല്ലേലൂയ, ഒന്ന് വായിച്ചാട്ടെ. ഏശാവിന് സമ്മാനമായിട്ട് 200 കോലാടിനെയും 20 കോലാട്ടു കൊറ്റിനെയും 200 ചെമ്മരിയാടിനെയും 20 ചെമ്മരിയാട്ടു കൊറ്റിനെയും കറവുള്ള 30 ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളയെയും 20 പെൺകഴുതയെയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ചു. ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു വിലയല്ല. ഇതിനെല്ലാം കൂടെ ഒരു വില ഇട്ട് കഴിഞ്ഞ ഒരു 19 ലക്ഷം രൂപയുടെ സംഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതാ, ഒരു 19 ലക്ഷം രൂപയുടെ സംഗതി കാണും. കാര്യം നമ്മളൊരു ജേഴ്സി പശുവിനെ വാങ്ങണേ തന്നെ 19,000 രൂപ ഇന്ന് കൊടുക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വല്യമ്മ പണ്ടൊരു ആടിനെ വിറ്റു. ഞാൻ ബൈബിൾ സ്കൂളിൽ SIBC പഠിപ്പിയുടെ വിട്ടത്. ഞാൻ പോകുന്നതിന് മുമ്പ് ആടുണ്ടായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ വല്യമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു, എടാ എൻ്റെ ആടിനെ വിറ്റെന്ന് പറഞ്ഞു. ഇവിടെ നോക്കാൻ ആരുമില്ല, മോനെ വിറ്റെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മച്ചി എത്ര കിട്ടി?
5000 രൂപ കിട്ടി. അന്നത്തെ കാലത്ത് 5000 രൂപ ആടിന് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ചേട്ടാ ഇത് വലിയൊരു തുകയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുവാണ്, ഈ യാക്കോബ് കൊടുത്ത ഇതെല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ എന്തുവാണ്, നല്ലൊരു തുക തന്നെ കാണും. ഞാൻ വിശ്വസിക്കും ഇവിടെ എന്തുവാണ് 200 കോലാട് ജ്യേഷ്ഠന് കൊടുത്തുവെങ്കിൽ പുള്ളി ചിലപ്പോൾ 2000 വേറെ കാണും. ഹല്ലേലൂയ. അങ്ങനൊന്നും യാക്കോബ് അങ്ങനൊന്നും വിട്ടുകളിക്കുന്ന പുള്ളിയല്ല. യാക്കോബ് എന്തുവാണ് ഇച്ചിരൊക്കെ പിടിച്ചിട്ട് കൊടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. യാക്കോബിന്റെ സ്വഭാവം തന്നെ അറിയാം. എന്നാൽ യാക്കോബിന് ഇതെല്ലാം ജ്യേഷ്ഠന് കൊടുത്തുവെങ്കിൽ തന്നെ എന്തുവാണ്, യാക്കോബ് ഒരു കാര്യം എന്തുവാണ് അക്നോളജ് ചെയ്യുന്നുണ്ട്. താൻ പറയാണ്, 11ാം വാക്യം നമ്മൾ വായിച്ചു, ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ, ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു. അപ്പോൾ യാക്കോബിന് പറയുവാനുള്ളതായ സാക്ഷി എന്തുവാണ്, ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു. നീ ഇത് വാങ്ങണം. കാര്യമേ ദൈവം നിനക്ക് ഈ തരുന്നതെല്ലാം എന്തുവാണ് സമ്മാനമായിട്ട് തരുവാന് എൻ്റെ കരങ്ങളെ എന്തുവാണ് ബലപ്പെടുത്തിയ ദൈവത്തിന്റെ കൃപയാണ്. എന്നെ തിരിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. നീയുമായിട്ട് ഒന്ന് സ്നേഹത്തിലാകുവാനായിട്ട് ഹല്ലേലൂയ ഒരു കർത്താവ് ഒരു അവസരം ഒരുക്കി തന്നത് എന്തുവാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കൃപയെ എന്തുവാണ് ഹല്ലേലൂയ അവിടെ ഹൈലൈറ്റ് ചെയ്ത് യാക്കോബ് പറയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് എന്ന് യാക്കോബ് ഇവിടെ സമ്മതിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ, ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവനത് വാങ്ങി. അപ്പോൾ അവിടെ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം നമുക്ക് കൃപ വെളിപ്പെട്ടാൽ എന്തുവാണ്, വാരി വിതറി നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കും. ഹല്ലേലൂയ. കൃപ വെളിപ്പെട്ടാൽ എന്തുവാണ്, വാരി വിതറി എന്തുവാണ് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ കൃപ വെളിപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്തുവാണ്, ഹല്ലേലൂയ, യാക്കോബ് കൊടുക്കാണ് സഹോദരനെ. സമ്മാനങ്ങൾ കൊടുത്ത് അവനെ അനുഗ്രഹിക്കുന്നതായ, അവരുമായിട്ട് ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ യാക്കോബിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ 5ാം ഒരാളിനെ കുറിച്ച് വായിക്കാൻ ജോസഫിന്റെ ജീവിതത്തെക്കുറിച്ച്, അത് അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് പോകണം 7:10. ഞാൻ ഈ ജോസഫിന് കൃപയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എവിടെയെങ്കിലും പഴയ നിമിത്തം കാണുമെന്നും പറഞ്ഞ് ഞാൻ ഒത്തിരി അധ്യായങ്ങൾ വായിച്ചു. ഇവിടെയൊന്നും അത് കൃപ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ പ്രസംഗം ചീറ്റിപ്പോകാൻ പോവാണ്. കാര്യം എന്തുവാണ്, ജോസഫിനെ കുറിച്ച് പറയാൻ ഒന്നുമില്ലല്ലോ കർത്താവ് എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിഷമിച്ചു. കാര്യം യാക്കോബിനെ കുറിച്ച് പറയുന്നു, അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, നോഹയെ കുറിച്ച് പറയുന്നു. എൻ്റെ പ്രസംഗം ചീറ്റിയോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു ചിന്ത കൊണ്ടുവന്നു. സ്തെഫാനോസ് പലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ പഴയ പുതിയ നിയമത്തിൽ, അവിടേക്കൊന്ന് പോയാൽ എന്തുവാണ് ചിലപ്പം കാണുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്തുവാണ് ഹല്ലേലൂയ ഈ അപ്പോസ്തലപ്രവൃത്തി 7ാം അധ്യായം ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ എന്തുവാണ് അവിടെ എന്തുവാണ് ഹല്ലേലൂയ കൃപയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വായിക്കാനിടയായി തുടങ്ങി. ജോസഫിനെ കുറിച്ച് ഞാനങ്ങ് തുള്ളി അങ്ങ് ചാടി. കാര്യം പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഞാൻ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എന്തുവാണ് ഹല്ലേലൂയ കമന്ററി ഒന്നും വേണ്ട. നീ ഒന്ന് ധ്യാനിച്ച് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്നിടത്ത് കൊണ്ടുപോകും. വചനത്തിന്റെ വെളിപ്പാട് നമുക്ക് ലഭിക്കുന്ന എന്തുവാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയാണ്. അങ്ങനെ ഈ അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് പോയപ്പോൾ അവിടെ എനിക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 7ാം അധ്യായം അതിന്റെ 10ാം വാക്യം വായിക്കാം. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു, സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അപ്പോൾ അവിടെ പറയാണ് എന്താണ്, എന്തൊക്കെ കൊടുത്ത് അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. പഴയ നിമിത്തം വായിച്ചാൽ എങ്ങും ജോസഫിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ വായിച്ചപ്പോൾ ഹല്ലേലൂയ പറയുന്നത് ദൈവം അവനോട് കൂടെ ഇരുന്നു, സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച്. ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനായിരുന്നു. എന്നാൽ ആ സങ്കടങ്ങളിൽ എന്തുവാണ് ഹല്ലേലൂയ ജോസഫിനോട് കൂടെ ദൈവം ഇരുന്നു. അതുമാത്രമല്ല, മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപാകെ, ശക്തനായ രാജാവാണ് ഫറവോന്, ആ രാജാവിന്റെ മുമ്പാകെ എന്തുവാണ് അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എന്തുവാണ് കാണുവാൻ സാധിക്കുന്നത്, കൃപ ആരെ ജയിപ്പിച്ചു? ഹല്ലേലൂയ ജോസഫിനെ ജയിപ്പിച്ചു. ഹല്ലേലൂയ നോഹയെ കൃപ ജയിപ്പിച്ചു. ഹല്ലേലൂയ അബ്രഹാമിനെ കൃപ ജയിപ്പിച്ചു. യാക്കോബിനെ കൃപ ജയിപ്പിച്ചു. ഹല്ലേലൂയ ഇവിടെ ജോസഫിനെയും എന്തുവാണ് ദൈവത്തിന്റെ കൃപ ജയിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ദാവീദിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 7ാം അധ്യായത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 7:46 വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവകൃപയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. ദാവീദിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചു, യാക്കോബിന്റെ ദൈവത്തിനൊരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ഇവിടെ ദാവീദിനെ കുറിച്ച് പറയാണ്, അവന് ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചു. അപ്പോൾ ഞാൻ വിശ്വസിക്കും ദാവീദ് രാജാവാണ് ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ സങ്കീർത്തനങ്ങളിലെല്ലാം എന്തുവാണ് സ്തുതി,
ആരാധന, മഹത്വം, ദൈവത്തിന് നന്ദി പറയുന്നത്, ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് ഒത്തിരി എന്തുവാണ് ഹല്ലേലൂയ സന്തോഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പാട്ടുകൾ എഴുതിയതായ മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ പാട്ടുകളെല്ലാം എഴുതുവാനായിട്ട് ഈ ദാവീദിനെ സഹായിച്ചെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് തന്നെ ഓർത്തപ്പോഴാണ്. ഹല്ലേലൂയ. കാട്ടിൽ കിടന്നവനെ എന്തുവാണ് ഹല്ലേലൂയ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആട്ടിടയനായിരുന്നവനെ രാജാവാക്കി. അവൻ അറിയാം അത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. അതറിയാവുന്നതായ ദാവീദ് എന്തുവാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തിന് വേണ്ടി പാടുവാൻ എന്തുവാണ് ഹല്ലേലൂയ അവനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ലഭിച്ച നമ്മൾ പാടണം പ്രിയമുള്ളവരെ. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നിന്റെ മേലെ കർത്താവിന്റെ കൃപ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി നിനക്ക് പറയുവാൻ സാധിക്കുന്നത് എന്തുവാണ്? ദൈവത്തിന് വേണ്ടി പാടണം, അവനെ സ്തുതിക്കണം, അവനെ ആരാധിക്കണം. ഇന്ന് പലക്കാലം നമ്മുടെ കരങ്ങളിൽ നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ അവന്റെ കൃപയാൽ നമ്മളെ നടത്തുന്ന നമ്മുടെ കർത്താവിന് കരങ്ങളെത്തുന്ന മഹത്വം കൊടുത്താട്ടെ, സ്തോത്രം ചെയ്യാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെയും എന്തുവാണ് ദാവീദിനെ കുറിച്ച് പറയാണ്, അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചു. അപ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചതായ ദാവീദ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും സെരുബ്ബാബേലിനെ കുറിച്ച് വായിക്കുമ്പോൾ നേരത്തെ ഉച്ചരിച്ചിട്ടുള്ളതായ ഭാഗമാണ്. എന്നാൽ അത് പറയാതിരിക്കുവാൻ പഴയ നിയമമായോണ്ട് സാധിക്കാതെ എനിക്കൊക്കത്തില്ല. യെസെക്കിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. അവിടെ സെരുബ്ബാബേലിനോട് പറയുന്നത് എന്തുവാണെന്ന് വായിച്ചാട്ടെ. അവിടെയും കൃപയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടാതെന്തെന്നാൽ സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നെന്ന് നീ അറിയും. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചെന്താണ്? കൃപ എന്ന് പറഞ്ഞുകൊണ്ട് നീ ആണിക്കല്ല് കയറ്റും. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുടങ്ങിക്കിടന്ന ചിലതിനെ എന്തുവാണ് പണിയുവാനായിട്ട് എന്തുവാണ് ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചോടിയായിരുന്നു. പ്രിയമുള്ളവർ, ഇന്ന് പോൽക്കാലം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നുവെങ്കിൽ ദൈവകൃപയൊന്ന് വ്യാപരിക്കുവാനായിട്ട് ഞാനും നീയും ഹല്ലേലൂയ ഒന്ന് തുറന്നു കൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ കൃപ ഒന്ന് വ്യാപരിച്ചു കഴിഞ്ഞാൽ മുടങ്ങിക്കിടക്കുന്ന ചിലതിനെ പണിയുവാൻ സാധിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. 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 ഇതൊക്കെ കേട്ടിട്ടാണ് ചിലരുടെ മോഹമൊക്കെ വലിയ വാടിയിരിക്കുകയാണ്. ഈ കൃപയെ കുറിച്ചൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഒന്ന് സന്തോഷിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ മുടങ്ങിക്കിടക്കുന്നതായ ചിലതിനെ ഈ തലമുറയിലെ കർത്താവ് എന്നെ പണിയിക്കുവാനായിട്ട് എന്നെ ശക്തീകരിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ കർത്താവ് നിന്നെ കൊണ്ട് പണിത് പൂർത്തിയാക്കും. ഈ സെരുബ്ബാബേൽ ബാബേലിൽ എന്തുവാണ് ഹല്ലേലൂയ ജീവിച്ച മനുഷ്യനാണ്. എന്നാൽ ഇസ്രായേൽ മക്കളെ 70 വർഷം ബാബേലിൽ താമസിച്ചതിനു ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞപ്പെടുന്നതാണ് ഹല്ലേലൂയ ദൈവം ഒരാലോചന കൊടുത്തു. സെരുബ്ബാബേല് നീ ഫൗണ്ടേഷൻ ഇടുക ദേവാലയം പണിയുവാനായിട്ട്. എന്നാൽ ഫൗണ്ടേഷൻ ഇട്ട് ഒത്തിരി ഒപ്പോസിഷൻ ഉണ്ടായി. അത് വന്നങ്ങ് മുടക്കിയെന്നാണ് പറയുന്നത്. എന്നാൽ ചരിത്രം പറയുന്നത് 16 വർഷം എന്തുവാണ് പണി മുടങ്ങിപ്പോ. ഫൗണ്ടേഷൻ ഇട്ട് കിടക്കുകയാണ്, പണി പൂർത്തീകരിക്കാനൊത്തില്ല. എന്നാൽ എന്തുവാണ് ഹല്ലേലൂയ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ പറയാണ് സെരുബ്ബാബേലിനോട് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രവാചകനിൽ കൂടെ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ നീ എന്തുവാണ് കൃപ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കല്ലും എടുത്തു വെച്ച് പണിത് എന്തുവാണ് പണി നിന്നെ കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ പണി എന്തുവാണ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സെരുബ്ബാബേൽ എന്തുവാണ് കൃപ എന്ന് പറഞ്ഞ സ്തുതിച്ചത്. കൃപ എന്ന് പറഞ്ഞാണ് ഓരോ കല്ലും എടുത്തു വെച്ചത്. ഇന്ന് വൽക്കാലം ഹല്ലേലൂയ മുടങ്ങിക്കിടക്കുന്നതായ ചിലതിന് കർത്താവ് പണിയുവാൻ പോവുകയാണ്. എന്നാൽ ആ കൃപ നമുക്കൊന്ന് ചോദിക്കാം. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ മുടങ്ങിക്കിടന്നത് പലതും എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവേ നിന്റെ കൃപ എന്നിലേക്കൊന്ന് അയക്കണമേ, നിന്റെ കൃപ എന്നിലേക്കൊന്ന് അയക്കണമേ. ആ കൃപ നമ്മളിലേക്കൊന്ന് കടന്നു വരുന്നുവെങ്കിൽ ഹല്ലേലൂയ ചിലതിനെയൊക്കെ പണിത് സെരുബ്ബാബേലിനെ പോലെ പൂർത്തീകരിക്കുവാനായിട്ട് നാം പോവുകയാണ്. എത്ര പേര് ആഗ്രഹിക്കുന്നു? ആ കൃപ എന്റെ മേലൊന്ന് ചൊരിയും. ഹല്ലേലൂയ. ഇത് വൽക്കാലം ആ കൃപ നമുക്കൊന്ന് ചോദിക്കാം. ഹല്ലേലൂയ. നോഹയുടെ ജീവിതത്തിൽ കൃപ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്തുവാണ് കൃപ. മോശയുടെ ജീവിതത്തിൽ കൃപ. യാക്കോബിന്റെ ജീവിതത്തിൽ കൃപ. ജോസഫിന്റെ ജീവിതത്തിൽ കൃപ. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ കൃപ. ഹല്ലേലൂയ. സെരുബ്ബാബേലിന്റെ ജീവിതത്തിൽ കൃപ. ദൈവത്തിൽ നിന്ന്
കൃപ ഇന്ന് പോൽക്കാലം എത്ര പേര് ചോദിക്കും? ഹല്ലേലൂയ, കൃപ വേണമപ്പ എന്നുള്ളതായ പാട്ട് നമ്മൾ പാടി ഇന്ന് പോൽക്കാലം. ഹല്ലേലൂയ, ആ കൃപയ്ക്കായി നമുക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കാം. നമുക്ക് ഒരു നിമിഷം എന്തുമാണ് പാടി നമ്മുടെ കർത്താവിനോട് കൃപ ചോദിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, കൃപയുടെ ഉറവിടമായ കർത്താവ് ഇന്ന് പോൽക്കാലം ചില പ്രത്യേക കൃപ കർത്താവ് നമുക്ക് തരുവാൻ പോവുകയാണ്. എത്ര പേര് ആഗ്രഹിക്കുന്നു കർത്താവ് ആ കൃപയുടെ ഒരു ഒഴുക്ക് ഇന്ന് പോൽക്കാലം എന്നിൽ നടക്കണം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ കൃപയുടെ ഒഴുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്കൊന്ന് കടന്നു വരട്ടെ. ആ കൃപയുടെ ഒഴുക്ക് നമ്മുടെ ചർച്ചിലൊന്ന് കടന്നു വരട്ടെ. ആ കൃപയുടെ ഒഴുക്ക് എന്നിലേക്ക് നിന്നിലേക്ക് ഒന്ന് വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഇന്ന് പോൽക്കാലം ആ കൃപ നമുക്ക് ചോദിക്കാം. ഹല്ലേലൂയ, ധാരാളമായ അവന്റെ കൃപയാല് നമ്മളെ കർത്താവ് നിറയ്ക്കുവാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നിറക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ നിറക്കട്ടെ. ആ കൃപ ചോദിക്കുന്നുവെങ്കിൽ അവന്റെ ഭണ്ഡാരത്തിൽ ഒത്തിരി കൃപയുണ്ട്. റോഷനിൽ എന്താണ് എത്ര വെള്ളം കോരിയാലും എന്തുവാണ്? ഹല്ലേലൂയ, ആ കൃപാ കടലിൽ എന്തുവാണ്? ഹല്ലേലൂയ, കോരി തീർക്കുവാൻ സാധിക്കില്ല. ആ കൃപാ കടലിൽ അത്രമാത്രം കൃപയുണ്ട്. ആ കൃപാ കടലിൽ നിന്ന് ഇന്ന് പലക്കാലം കോരുവാൻ ഹല്ലേലൂയ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ കോരുമെന്ന് പറയുന്ന നിനക്ക് കോരുവാൻ സാധിക്കും. ആ കൃപ നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കൃപയുടെ പ്രവൃത്തി എന്തുവാണ്? എന്നിലൂടെ നിന്നിലൂടെ വെളിപ്പെടുവാനായിട്ട് സാധിക്കും. ആ കൃപയ്ക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഇന്ന് പലക്കാലം പാട്ട് പാടി ആരാധിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ചില കൃപകളെ നമ്മളിലേക്ക് വ്യാപരിപ്പിക്കാൻ പോവുകയാണ്. പ്രത്യേക കൃപ. ഹല്ലേലൂയ, കൃപ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോഴെന്തുവാണ്? ചിലരെ ഇന്ന് പോൽക്കാലം പ്രത്യേകമായ ചില ദൗത്യങ്ങൾ ചെയ്യുവാനായിട്ട് കർത്താവിനെ ശക്തീകരിക്കുന്നതായിരിക്കും ആ കൃപ. ഹല്ലേലൂയ, ആ കൃപ ഇന്ന് പോൽക്കാലം നിന്നിൽ വ്യാപരിക്കുമ്പോൾ ചിലപ്പോൾ ചില കൃപാവരങ്ങൾ കർത്താവ് നിന്നിലേക്ക് തരികയായിരിക്കും. അത് കടന്നു പിടിച്ചോണം. ഹല്ലേലൂയ, ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ, കൃപ നിന്നിൽ വ്യാപരിക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് നീ അനുഭവിക്കുന്നതായ പ്രത്യേകമായ പ്രതിസന്ധിയുടെ മുഖത്ത് ഒന്ന് പിടിച്ചു നിൽക്കുവാൻ കർത്താവ് ഒരു കൃപ നിന്നിലേക്ക് അയക്കുകയായിരിക്കും. എന്നാൽ ഇന്ന് വൽക്കാലം ആ കൃപയൊന്ന് പിടിച്ചെടുക്കുവാൻ ഒക്കുമോ? ആ കൃപയൊന്ന് അള്ളിപ്പിടിക്കുവാൻ സാധിക്കുമോ? ആ കൃപയെ ഹല്ലേലൂയ നിനക്കൊന്ന് കടന്നു പിടിക്കുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ, ഇന്ന് വൽക്കാലം ആ കൃപ വാങ്ങിക്കൊണ്ടുകൊണ്ട് ഇവിടുന്ന് പോകുവാനായിട്ട്. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇന്ന് വൽക്കാലം ആ കൃപ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകാം. താങ്ക് യു ജീസസ്.